ചത്തില്ല. ഹലോ ഹലോ, എങ്ങനെയുണ്ട്? സുഖാണോ? സുഖം. ഓ അങ്ങനെ ഗൈസ്, ഇപ്പൊ നമ്മള് ആർ യു എക്സൈറ്റഡ്? അപ്പൊ നമ്മള് ഗൈസ്, പക്ഷെ സാബിർ ഇല്ല, സാബിർ പോയി. യു ജസ്റ്റ് ടെൽ യുവർ നെയിം. ഹലോ. Hello guys, welcome back to my YouTube channel and welcome to episode 2 of our road trip. ഇത് day 1 of our trip ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗേറ്റ് വേ ആർച്ച് വിസിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോർണിംഗ് 11 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ മിസറി സ്റ്റേറ്റ് പാസ് ചെയ്തിട്ട് വേണം ഒക്ലഹോമ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മിസറി സ്റ്റേറ്റിലൂടെയുള്ള ഡ്രൈവാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ മോർണിംഗത്തെ പോലെയല്ല, അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ചും കൂടി നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു. ഇതിലൂടെയുള്ള ഡ്രൈവ് എന്ന് പറയുമ്പോൾ നല്ല സീനിക് ഡ്രൈവ് ആയിരുന്നു. ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് നമുക്ക് തോന്നിയത്, റോഡ്സും കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഒരു പീസ്ഫുൾ ആൻഡ് കാം ഡ്രൈവ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടി ഡ്രൈവ് ചെയ്തിട്ട് എക്സിറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മോർണിംഗ് ആയതുകൊണ്ട് ഇപ്പം അത്ര തിരക്കില്ലാണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. കുറച്ചും കൂടി കഴിഞ്ഞാൽ തിരക്കായാൽ പിന്നെ അതും പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ദൂരം ഡ്രൈവ് ചെയ്ത് പോയിട്ട് നമ്മൾ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പുറത്ത് നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ റോഡ് ക്യാപ്ചർ ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ മിസറി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേവ് സ്റ്റേറ്റ് എന്നും കൂടി പറയാറുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് കേവ്സ് ഉണ്ട് ഈ ഒരു സ്റ്റേറ്റിൽ. നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കുറേ ഇങ്ങനെ കേവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കാണാമായിരുന്നു, കുറേ കേവ്സും കാര്യങ്ങളൊക്കെ.
അങ്ങനെ ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട് ഗൈസ്. നമ്മളിനി ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോവാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ സ്റ്റേജിൽ വണ്ടിക്കും ഗ്യാസ് അടിക്കണം, നമുക്കും ഭക്ഷണം കഴിക്കാം. അങ്ങനെ നമ്മളിപ്പോൾ സ്പോയിലാ വേണ്ടിയിരിക്കാൻ വേണ്ടി നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കിക്കുന്നു. പറവൊന്നും കൂടി ആരെ സ്പെഷ്യൽ അമൂൽ സ്പെഷ്യൽ. അങ്ങനെ ഇവിടെ നമ്മൾ വണ്ടിക്കും കൂടി ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഗൈസ് ഇപ്പൊ നമ്മള് അപ്പൊ നമ്മള് ട്രിപ്പ് ഇപ്പോഴാണ് ഗൈസ് പുലർന്നത്. കാരണം ഇത്ര സമയം ഒരു മന്ദത ഉണ്ടായിരുന്നു, കാരണം തണുപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല വെയിൽ വന്നു, അടിപൊളിയാണിപ്പോൾ. പുറത്തൊക്കെ തണുപ്പ് കുറച്ച് കുറഞ്ഞു ഇപ്പോൾ. അപ്പോൾ ബാക്കി ഇനി ഞാൻ കാണിച്ചു തരാം നല്ല നല്ല വ്യൂസ് കാണുമ്പോൾ. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അധികവും ഇങ്ങനത്തെ കേവേൺസ്, മെറാമിക് കേവേൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് കാണാമായിരുന്നു, വേൾഡ്സ് ലാർജസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നാച്ചുറലി ഫോം ചെയ്ത് കേവ്സ് ആണ്, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ.
സിറ്റി ഡ്രൈവിനേക്കാളും ഈ കൺട്രി സൈഡിലൂടെയുള്ള ഡ്രൈവ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഗൈസ്. കാരണം നമുക്കിങ്ങനെ ചെറിയ ചെറിയ വീടുകളും ഫാം ലാൻഡും പിന്നെ ഇങ്ങനത്തെ പശുക്കളും അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. ഇതിലിപ്പോൾ എത്രത്തോളം കാണുന്ന അറിയില്ല, ഇങ്ങനെ സൂം ചെയ്താൽ മാത്രമേ ചിലപ്പോൾ കാണുള്ളൂ. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിങ്ങനെ കുറേ ടൈം നമുക്ക് കാണുകയും ചെയ്യില്ല. ഇങ്ങനെ ഒരു കുറച്ച് ടൈം ഫാം ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെറിയ സ്മോൾ ടൗൺസ് ആയിരിക്കും. അതുകൊണ്ട് പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് കവർ ചെയ്തിട്ടുണ്ട് കാണുന്നത് പോലെ. ഇപ്പോൾ ആഫ്റ്റർനൂൺ 3:30 കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് വണ്ടിക്ക് ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ആൾക്കാരുണ്ടായിരുന്നു. എല്ലായിടത്തും നമ്മൾ തന്നെ അടിക്കണം, ഇവിടെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒക്ലഹോമ സ്റ്റേറ്റ് എത്തിയിട്ടുണ്ട് ഗൈസ്. 4:30 ആയപ്പോഴാണ് നമ്മൾ ഒക്ലഹോമ പാസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഇതുവരെ, വി ആർ ഗോയിങ് ടു മീറ്റ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ 3 വർഷത്തിന് ശേഷം എന്തോ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവർ ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ദൂരെയാണ് അവരുടെ പ്ലേസ്. സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഇടത്തേക്കാണ് നമുക്ക് ഇനിയിപ്പോൾ എത്തേണ്ടത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഞങ്ങൾക്ക്. കാരണം ഇവിടുന്ന് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത് അവരെ. അപ്പോൾ അവരിടയ്ക്കിടയ്ക്കേ വിളിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. ഈവനിങ് ആയപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയായിരുന്നു ഗൈസ്. കാരണം ഈ ഒരു ടൈമിൽ ഡ്രൈവ് ചെയ്യുന്നത് അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. സൺസെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഇവിടുന്നേ കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ എൻജോയ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇവിടേക്ക് എത്തിയപ്പോൾ ശരിക്കും നമ്മളെന്തോ ആകാശത്തിലേക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. അത്രക്കും ഇങ്ങനെ അടുത്തുനിന്ന് ഇത് കാണുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഈ സൺസെറ്റ് വേറെ തന്നെ ഒരു ഫീലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞാനത് മാക്സിമം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ നേരം കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടാവും, പക്ഷെ എനിക്കെന്തോ അത് മിസ് ചെയ്യാൻ തോന്നിയിട്ടില്ലായിരുന്നു. അത് മാക്സിമം അത് നമുക്ക് എടുക്കാനാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഇപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് നൈറ്റ് വ്യൂ എൻജോയ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടൾസ എന്ന് പറഞ്ഞിട്ടുള്ള ഒക്ലഹോമയിലെ ഒരു ലാർജസ്റ്റ് സിറ്റിയാണിത്. അപ്പോൾ ഇവിടെയാണ്, ഡൗൺ ടൗണിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. നമുക്ക് കുറേ സിറ്റി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ടീ ടൗൺ എന്നാണ് നോർമലി ഈ ഒരു ടൾസ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിനെ വിളിക്കുന്നത്. ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ആർട്ട് ഡെക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുണീക്ക് ബിൽഡിംഗ് സ്റ്റൈലാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ റൂട്ട് 66ന്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നതും ഇവിടെയാണ്. പിന്നെ ഒരു കാലത്ത് ഇത് ഓയിൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആയിരുന്നു ഈ ടൾസ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു കാം ആൻഡ് ക്ലീൻ സിറ്റി വൈബാണ് ഫീൽ ചെയ്യുന്നത്. വെരി ക്രൗഡഡ് അല്ല, എന്നാൽ മോഡേൺ ആയിട്ടുള്ള ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. ഹിസ്റ്ററി, മ്യൂസിക്, ആർക്കിടെക്ചർ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ പ്ലേസ് തന്നെയാണ് ഈ ഒരു സിറ്റി. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മളിപ്പോൾ ഒക്ലഹോമ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സിറ്റിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ട് പോകുന്നത്. US-ലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റിയാണ് ഈ ഒക്ലഹോമ സിറ്റി. ഇവിടെ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും വെസ്റ്റേൺ കൗബോയ് കൾച്ചറിൻ്റെയും പിന്നെ മോഡേൺ സിറ്റി ലൈഫിൻ്റെയും ഒരു മിക്സാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഓപ്പൺ ആൻഡ് സ്പേഷ്യസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേരെ മനസ്സിലാവുന്നില്ലായിരിക്കും. ബാക്കി ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിലിടാം. അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റിൽ വാട്ടറിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ടിൻ്റെ സ്ഥലം. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടിപ്പോൾ അവരെ വിളിക്കുന്ന ഇതാണ് കാണുന്നത്. അപ്പോൾ ഇവൻ നമ്മളടുത്ത് ഓൾറെഡി പറഞ്ഞു മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഇത് സ്ഥലം മാറിപ്പോയോ എന്ന് ഡൗട്ടായി. നമ്മളിവിടെ എത്തി ഗൈസ്, പക്ഷെ സാബിർ ഇടില്ല. സാബിർ പോയി, വക്കീലുമായിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി സാബിർ. ഇത് യൂണിവേഴ്സിറ്റി അപ്പാർട്ട്മെൻ്റ് ആണ്. ഇവിടെ നമ്മൾ 7 മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് അപ്പാർട്ട്മെൻറ്റ് മാറിപ്പോയതാണ് ഗൈസ്. സാബിർ മറ്റേ ശരിക്കുള്ള സ്പോട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് സാബിർ ടു യു ഗൈസ്. അപ്പോൾ ഇതാണ് സാബിർ. അപ്പോൾ ഇവർ രണ്ടാളും കോളേജ് മുതലുള്ള ഫ്രണ്ട്സാണ്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഫൈനലി നമ്മൾ എത്തിപ്പോയി ഗൈസ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സ്നേഹപ്രകടനമൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഹലോ, സുഖം. നമ്മൾ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിൽ വീഡിയോ എടുത്തതെല്ലാം ഇരുട്ടത്ത് തന്നെ ആയിപ്പോയി. വെളിച്ചത്തേക്ക് പോകാൻ പോലും നമുക്ക് മറന്നുപോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ലഗേജും എല്ലാം എടുത്തിട്ട് നേരെ ഇപ്പോൾ റൂമിലേക്ക് പോവാണ്. ബാക്കി നമ്മളുടെ വിശേഷങ്ങളും ഒക്ലഹോമ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാം. ഇവള് നമ്മളെ വേറൊരു ഫ്രണ്ടാണ്, ബാംഗ്ലാദേശിൽ നിന്നാണ്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ രാത്രി നമ്മൾ കുറേ നേരം സംസാരിച്ചു. പിന്നെ ഇവർ നമുക്ക് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കിയുള്ള വീഡിയോസൊക്കെ, ഇനി വരും വീഡിയോസൊക്കെ നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.